at this weekend section, sorry, today at this weekend section, I would like to a warm welcome to Safna sir, our special guest, 47th batch student, Nobi T. Joy ma'am, our beloved mentors and students of our academy who have joined us here. ഇല്ലല്ല Hello, mic on the mute ആക്കോ. Okay, thanks. Okay, ഇന്ന് നമ്മുടെ വീക്കെൻഡ് സെക്ഷൻ ആണ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. കഴിഞ്ഞ വീക്കെൻഡ് എങ്ങനെയായിരുന്നു? അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു? എല്ലാവരും എങ്ങനെയാണ് മുന്നോട്ട് പോയത്? നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. ഒരുപാട് ക്രൈസിസിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ലൈഫിൽ എല്ലാവർക്കും വേണ്ട ഒന്നാണ് സെക്കൻഡ് ഇൻകം അല്ലെ. തീർച്ചയായിട്ടും സെക്കൻഡ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈഫിൽ നമുക്കൊരു സേവിങ്സ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് ഈ ഒരു ടൈമും കടന്നു പോകുമെന്ന് പറയാം. അപ്പൊ ഇനി വരാനിരിക്കുന്ന വീക്കെൻഡ് എല്ലാവർക്കും അടിപൊളി ആവട്ടെ, സക്സസ് ആവട്ടെ, നല്ല രീതിയിൽ പോസിറ്റീവ് മൈൻഡോട് കൂടെ നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാവർക്കും ലൈവിൽ ഇറങ്ങി ഏൺ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരോടും വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ വൺ ആൻഡ് ഓൺലി ഐ കോൾ അപ്പോൺ സഫ്ന സർ. സർ യെസ്, ഓഡിബിൾ ആണ് മാം. താങ്ക് യു സോ മച്ച്. ഹായ് ഓൾ. നമ്മുടെ വീക്കെൻഡ് സെഷന് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീക്ക് നമുക്ക് ചെറിയ ഡേയ്സ് ഒക്കെ ട്രേഡ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് ഒരു ദിവസം ലീവ്. നാളെ അതുപോലെ തന്നെ കുറെ ബാങ്കിങ് പേയേഴ്സും മറ്റുമൊക്കെ ലീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈവ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകണം. ഓക്കെ, വീക്കെൻഡ് സെഷൻ നമ്മൾ പിന്നെ എല്ലാ വീക്കും നമുക്ക് പറയാനുള്ള ചിലപ്പം സെയിം മാറ്റേഴ്സ് ആണെങ്കിലും സോ അത് റിപ്പീറ്റഡ്ലി നമ്മളെ മൈൻഡിലേക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം, അത് നമ്മളെ സ്ഥിരപ്പെടണം. കാരണം നമുക്ക് നമ്മളെല്ലാവരും ഇവിടെ പിന്നെ സക്സസ് ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അതായത് ഏതിപ്പോ തുടക്കം മുതൽ നമ്മൾ ഒടുക്കം വരെ ആണെങ്കിലും എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് എന്താ, മണി മേക്കിംഗ് സോഴ്സ് അല്ലെങ്കിൽ മണി മേക്കിങ്ങിന്റെ ആ സാധനം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്യൂർലി ഓരോ ദിവസം നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് ഓരോ ദിവസം നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ തന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായിരിക്കണം, നമുക്ക് ലോകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എവറിഥിങ് ഹാപ്പൻ ഫ്രം ദ മൈൻഡ്. അതായത് ആ മൈൻഡിനെ നമുക്ക് ഇതാക്കാൻ പറ്റണം. അവിടെ നമുക്ക് കുറച്ച് നമുക്ക് അവിടെ പിന്നെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതായത് മൈൻഡിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും, അതായത് അതിനെ കൊണ്ട് നമ്മളെ വെൽത്തിനെ നമുക്ക് എന്താക്കാൻ പറ്റണം, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് തല കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലോട്ടേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ നമ്മളിപ്പോ ജോബ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ ഇതൊക്കെ നമ്മുടെ എന്താണ്, നമ്മുടെ പിന്നെ ശരീരം കൊണ്ട് എടുക്കുന്നത്. സോ പിന്നെ മൈൻഡ് കൊണ്ട് പിന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്താവാ, നമ്മളിത് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ പിന്നെ തലച്ചോറ് കൊണ്ട് നമ്മൾ പിന്നെ ഏർണിങ്സ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ എന്താവാ, നമ്മളേറ്റവും ബ്യൂട്ടിഫുൾ സോൾസ് ആൻഡ് നമ്മളേറ്റവും ബെസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആയി മാറും. മറ്റേത് നമ്മൾ എന്താണ്, മറ്റേത് ഹാർഡ് വർക്ക് ആണ്, അല്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ കുറെ നമ്മൾ പിന്നെ നമ്മൾ മെനക്കെടുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ വീക്കെൻഡ് സെഷനിൽ നമുക്കിനി പിന്നെ നെക്സ്റ്റ് വീക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവട്ടെ. ലാസ്റ്റ് വീക്ക് നമുക്ക് ഒരുപാട് പേര് വിഡ്രോലൊക്കെ അടിച്ച കുറെ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ കണ്ടു. എല്ലാവർക്കും ഹാപ്പിനെസ് പോട്ടെ. ഇപ്പൊ നമ്മൾ കുറച്ച് ട്രേഡിങ്ങിൽ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ വരുത്, നമ്മളിങ്ങനെ പിന്നെ അഹങ്കാരവും കാര്യങ്ങളൊന്നും വന്നു വരുത്. നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവാം. നമ്മളെ വീക്കെൻഡ് സെഷന്റെ പേര് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ട്രേഡർ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ഒരു വീക്കെൻഡ് സെഷനാണ് നമ്മളെപ്പോഴും നടത്താറുള്ളത്. സോ നമുക്ക് എന്ത് തന്നെ, നമ്മളിപ്പം $1 million നമ്മൾ പ്രോഫിറ്റ് എടുത്താലും നമുക്ക് എന്ത് വേണം, നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയി നമ്മൾ മാർക്കറ്റിനോട് എപ്പോഴും പിന്നെ പോസിറ്റീവായി സമീപിക്കുന്ന ഏറ്റവും നല്ല ഗുഡ് മൈൻഡ് സെറ്റ് ആയിട്ടും എന്നും നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മൾ എന്താവേണ്ടത്, നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. കാരണം നമ്മൾ പിന്നെ ലൈഫ് ലോങ് നമുക്ക് ഈ സ്കില്ല് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ പലരും പല സ്ട്രാറ്റജീസ്, പല സിസ്റ്റമാറ്റിക് ആയിട്ടും പല മെത്തേഡുകളൊക്കെ പരീക്ഷിച്ച് പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു മേഖലനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഗസ്റ്റ് തന്നെ വളരെ സ്പെഷ്യൽ ആണ്. അതായത് എനിക്ക് തോന്നുന്നു പിന്നെ തുടക്കത്തിൽ തന്നെ സാർ എനിക്കിതൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെടുത്ത് നിന്ന് ഇന്ന് ഞാൻ ഒരാളോടെ പിന്നെ കുറെ കാലത്തിന് ശേഷം മാം ഇതെനിക്കൊന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ച ഒരാളുണ്ടായിരുന്നു. അത് ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് സംസാരിക്കാമെന്ന് നോബി മാം. അതായത് എനിക്കറിയില്ല, അതായത് മാം എന്നോട് പറഞ്ഞു, സാർ എന്റെ മെത്തേഡ് ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കണ്ടെത്തിയതാണ്,
അപ്പോൾ അത് ആ ബാച്ചിലൊക്കെ 47th ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്യപ്പെടാറുണ്ടെങ്കിലും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എന്തൊക്കെ പറഞ്ഞാലും അതായത് ആള് പ്രോഫിറ്റബിൾ ആണ്. പിന്നെ ആളുടെ ഒരു മെത്തേഡ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു, അതിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ചെറിയ ജോബാണല്ലോ ചെയ്യുന്നത്, ഞാനൊരു ലേഡി ആണല്ലോ, എനിക്കിത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് എന്നുള്ളത് അവിടെ ഒന്നുമില്ല. അതായത് നമുക്ക് പിന്നെ നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കലാണോ നമ്മൾ, പിന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ ഒരുപാട് സംഗതികളൊക്കെ കാണുക, അത് പഠിച്ചെടുക്കുന്നതിൽ അപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ എന്താവുന്നത്, നമ്മൾ രൂപീകരിക്കപ്പെട്ട് വരേണ്ടത്. സോ പിന്നെ ഞാൻ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. പിന്നെ 2-3 പേര് പിന്നെ നമുക്കിന്ന് ഇതാവാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ അനാലിസിസ്, നെക്സ്റ്റ് വീക്ക് അനാലിസിസ് നമ്മളിപ്പം പിന്നെ നമ്മളെ ഒരു ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് സെർച്ച് ആർ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇന്ന് 2-3 ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം പിന്നെ ഹോസ്റ്റ് ചെയ്തത് നിമിത മാം ആണ്. മാമും ഒരു പിന്നെ ലേഡി പിന്നെ ഒരു എംപവറിങ് ഗേൾസ് ആണ്. സോ നമ്മള് പിന്നെ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ബാച്ചിലുള്ള ഓൾമോസ്റ്റ് 90% ഗേൾസ് എന്താവാറുണ്ട്, സക്സസ് ആവാറുണ്ട്. അതൊരു റേഷ്യോ പറയുമ്പോൾ പിന്നെ ജെൻസിനേക്കാളും കൂടുതൽ സക്സസ് ആവാറുള്ള ലേഡീസ്. സോ അവരെന്താണ്, അവർ നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ജെൻസ് പറയുന്നത് അനുസരിക്കുന്നില്ല എന്നല്ല, ബട്ട് എന്നാലും നമുക്ക് എവിടെയോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം പിന്നെ നമ്മളിൽ എവിടെയോ പ്രവർത്തിക്കാറുണ്ട്. അത് ജെൻസിന് എന്ത് ചെയ്യാം, പിന്നെ അത് നമ്മൾ പരമാവധി മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്സ്റ്റ് വീക്ക് ഏറ്റവും പിന്നെ വെൽത്തി ആൻഡ് സൂപ്പർബ് ആവട്ടെ, ഏറ്റവും നല്ല പ്രോഫിറ്റ് എടുത്ത്. ഇപ്പൊ ലാസ്റ്റ് വീക്കൊക്കെ വിഡ്രോ അടിച്ച ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പൊ എല്ലാ വീക്കും നമുക്ക് അതുപോലെ ആവണം എന്ന് നമ്മൾ പിന്നെ നമുക്ക് ആഗ്രഹിക്കാം. ബട്ട് എന്താവരുത്, നമ്മളത് ഓവർ കോൺഫിഡന്റ് ആവരുത്. ഇപ്പൊ നിങ്ങൾ 1 മില്യൺ പിന്നെ 10,000 USD ഡെയിലി എടുക്കാനായാൽ പോലും നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡന്റ് ആവരുത്. നമ്മളെപ്പോഴും മാർഗിന്റെ ഒപ്പം സഞ്ചരിക്കാം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. പിന്നെ ഹാപ്പി ടു ബി ഹിയർ ആൻഡ് താങ്ക് യു നിമിത മാം. Thank you, sir. Thank you so much for a wonderful talk. Next, I call upon Nobi T. Joy ma'am for the empowering talk. Ma'am, are you audible? Nobi ma'am, are you there? എനിക്ക് തോന്നുന്നു മാം നോബി മാം ജോയിൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. Okay. ഓക്കെ Okay, sir, and you can. ഓക്കെ താങ്ക് യു മാം. Okay, sir. അപ്പോൾ കഴിഞ്ഞ വീക്ക് എല്ലാവരും അടിപൊളിയായി ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എനിവേ ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് അനലൈസ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ സപ്ന സാറ് പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മളെ മൈൻഡ് കൺട്രോൾ എന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിൽ ട്രേഡിനെ കാണുന്നു, പിന്നെ നമ്മൾ റൂൾസ് പറഞ്ഞ പോലെ മൈൻഡ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ ഇറങ്ങുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ മെന്റലി നമ്മൾ ഫിറ്റ് അല്ലാത്ത സമയത്തൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ടു ഡെമോയിലേക്ക് വന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു സ്ട്രെസ് അങ്ങ് റിലീസ് ചെയ്യുക. നമ്മൾ ഓക്കെ ആയി പെർഫെക്റ്റ് ആയി എന്ന് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ലൈവിലേക്ക് ബാക്ക് ടു ലൈവ് ചെയ്യാൻ പാടുള്ളൂ. ലൈവിൽ ഇറങ്ങുന്നവർക്കുള്ള ഒരു ടിപ്പാണ്. നമ്മളെ എലൈറ്റ് മെന്റേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ലൈവിലേക്ക് ഇറങ്ങാൻ പാടില്ല. എനിവേ നമുക്ക് ഈ കഴിഞ്ഞ വീക്കുകളിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് കഴിഞ്ഞ വീക്ക് ചെറിയ നല്ല ഡൗണിൽ ഉണ്ടായിരുന്ന മാർക്കറ്റിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു എങ്കിലും USDക്ക് എന്തുണ്ടായിരുന്നു, ന്യൂസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ വീക്ക് USDക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഫ്രൈഡേ USDക്ക് ന്യൂസ് ഉണ്ടായിരുന്നു ഈവനിങ്. ഓക്കെ, അതല്ലാതെ തന്നെ ഈ കഴിഞ്ഞ ഈ സാറ്റർഡേ ഒക്കെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഉള്ള വാർ ഇഷ്യൂസ്,
വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നമ്മളൊക്കെ ന്യൂസുകളിൽ കാണുന്നതാണ്. കണ്ടില്ല. ഓക്കെ, അപ്പോൾ അതുമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ വാർ ഇഷ്യൂസിന്റെ ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവനയും അതിനെതിരെയുള്ള ഇറാന്റെ പ്രസ്താവനയും പിന്നെ പാകിസ്ഥാനിൽ നടത്താനിരുന്ന ചർച്ചകളൊക്കെ മുടങ്ങിപ്പോയതൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമ്മളെ മാർക്കറ്റിനെ ബാധിക്കും. കാരണം നമ്മളെ പെയർ എന്താണ്, USD ആണ് നമ്മളെ പെയർ. ഇനിയിപ്പോൾ ഇന്നത്തെ മേ ബി ചിലപ്പം നല്ലൊരു ഫ്ലക്ച്വേഷനിലായിരിക്കും, നല്ലൊരു ഗ്യാപ്പപ്പിലായിരിക്കും, ഒന്നിക്ക് അപ്പോ ഡൗണോ ആയിട്ട് ഗ്യാപ്പപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉള്ളത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ 2 ദിവസവും നല്ല രീതിയിലുള്ള പിന്നെ റീജിയണൽ ഇഷ്യൂസ്, വാർ ഇഷ്യൂസ് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ കാണുന്ന നല്ല പിന്നെ ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫോറക്സ് ഫാക്ടറി ന്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നാളെ പല ബാങ്കുകൾക്കും എന്താണ്, ലീവാണ്. അപ്പോൾ ലിക്വിഡിറ്റിയിൽ എന്തുണ്ടാവും, നല്ല വേരിയേഷൻ ഉണ്ടാവും. നാളെ USDക്ക് ന്യൂസ് ഉണ്ട് എങ്കിലും പിന്നെ മറ്റ് ചില ബാങ്കുകൾക്കൊക്കെ പിന്നെ NSD AUD ഒക്കെ ആയിട്ട് CHF യൂറോ ഒക്കെ ആയിട്ട് എന്താണ്, മാർക്കറ്റ് ലീവാണ്. അപ്പോൾ അവരൊന്നും എന്തുണ്ടാവില്ല, ഫോറക്സിൽ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ലിക്വിഡിറ്റി വ്യത്യാസം നാളെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ ട്രേഡിലേക്ക് ഇറങ്ങാതിരിക്കുക. ഈ മൺഡേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ പിന്നെ ഓപ്പൺ ആയി മാർക്കറ്റിന്റെ ഒരു വേരിയേഷൻ നമ്മൾ ഇപ്പോൾ അപ് ട്രെൻഡിലേക്ക് പോകുന്ന അയ്യോ അപ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ടല്ലോ എന്ന് വെച്ച് വൈകിട്ട് പെട്ടെന്ന് പിടിക്കുക. ആ ഒരു സെഗ്മെന്റ് നമുക്ക് മാറിയിക്കാൻ വേണ്ടി ശ്രമിക്കും. മേ ബി അതൊന്ന് പൊക്കി വെച്ചിട്ട് ഒരൊറ്റ താത്തും ചിലപ്പോൾ അത്. കാരണം 2 ദിവസത്തെ ന്യൂസിന്റെ എഫക്റ്റ് ആണ് തിങ്കളാഴ്ച മോർണിംഗ് ഓപ്പൺ ആകുന്ന സമയത്ത് ഉണ്ടാവുക, മൺഡേ മോർണിംഗ്. അപ്പോൾ മൺഡേ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ലൈവിൽ ഇറങ്ങുന്ന ആൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ വാച്ച് ചെയ്ത് മാർക്കറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം, ഇതൊക്കെ നമ്മൾ ഡെമോയിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഡെമോയിൽ നമ്മളൊന്ന് ചെയ്ത് സ്ട്രക്ചറായി വരുന്ന സമയത്ത് നമ്മൾ ഡിസിപ്ലിനായി ഇപ്പൊ ഈ എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത്, കാരണം മാർക്കറ്റ് എല്ലാ ദിവസവും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ നല്ല ഫ്ലക്ച്വേഷൻ ഉള്ള ദിവസങ്ങളുണ്ടാവും, അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം മൺഡേ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പിന്നെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് മൺഡേ അത്ര മോർണിംഗ് ടൈമൊന്നും അത്ര പിന്നെ സുഖമായിട്ട് തോന്നാറില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു വ്യൂ ഓഫ് പിന്നെ മെത്തേഡ് വേറെ തന്നെയായിരിക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നമ്മൾ ചൊവ്വാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ USDക്ക് നല്ല രീതിയിൽ 450 മുതൽ അങ്ങോട്ട് എന്തുണ്ട്, ന്യൂസ് ഉണ്ട്. USDക്ക് ന്യൂസ് ഉണ്ട്, FOMC ഒക്കെ ഉണ്ട്. ദെൻ നമ്മൾ വെനസ്ഡേ എടുത്ത് നോക്കുകയാണെങ്കിലും USDക്ക് ഈവനിങ് ന്യൂസ് ഉണ്ട്. ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടും FOMCയുമായി ബന്ധപ്പെട്ടൊക്കെ ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വ്യാഴാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ 4:30 മുതൽ അങ്ങോട്ട് ഫുൾ USDക്ക് ന്യൂസാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തമായിട്ട് USDക്ക് മാത്രമാണ് ന്യൂസ് ഉള്ളത്. ഫ്രൈഡേ എടുക്കുകയാണെങ്കിലും USDക്ക് നല്ല രീതിയിൽ CPI ഒക്കെ 2 CPIന്റെ 2 റെഡ് ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസും വെച്ച് നമ്മൾ ഒരു പിന്നെ അപ്പോൾ എല്ലാവർക്കും സംശയം എന്താ എൻ്റെ എന്നും സ്റ്റോപ്പ് ലോസ് അടിയുന്നുണ്ടല്ലോ. അത് നമ്മൾ കൃത്യമായ ഒരു കാൽക്കുലേഷൻ വെച്ച് സ്വപ്ന സാറൊക്കെ അതിൻ്റെ ടിപ്സൊക്കെ നമുക്ക് സെഷൻസ് ഒക്കെ തരാറുണ്ട്. ഇപ്പോൾ ഒരു 3000 ക്യാപിറ്റലുള്ള ഒരാൾ 0.01 ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. 1000 ചെയ്യുന്ന ആളാണെങ്കിലും അതിൻ്റെതായ റിസ്ക്, നമ്മൾ ക്യാപിറ്റലിന്റെ റിസ്ക് എടുത്തിട്ട് മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് വീണ്ടും പറയാണ്. ഇനി നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം സഫ്ന സാർ പറഞ്ഞിരുന്നു പിന്നെ ക്രിപ്റ്റോ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പഠനത്തെ കൊണ്ടുപോകണം എന്നുള്ളത്, നമ്മളെ സ്റ്റഡീസിനെ. നമ്മൾ മാർക്കറ്റിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിപ്റ്റോ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വാർ ഇഷ്യൂ നടക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ അവർ പിന്നെ പൈസ കൊടുക്കുക, അതായത് ധനസഹായം നൽകുന്നത് അവർക്ക് മിസൈൽ വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കായിട്ട് യുദ്ധത്തിൽ 2 രാജ്യങ്ങളും
അവരുടെ എക്യുപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ക്രിപ്റ്റോ കറൻസി വഴിയാണ് അവരവരുടെ പിന്നെ ഈ നമ്മളെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും മറ്റൊക്കെ വാങ്ങുന്നത്. കാരണം ഇത് ഡിജിറ്റൽ കോയിൻ ആണ്. ഡിജിറ്റൽ കോയിൻ ആകുമ്പോൾ അതിനുള്ള മറ്റാർക്കും ആരെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് തെളിയിക്കാനൊന്നും കഴിയൂല. അപ്പോൾ ആ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പൊ ക്രിപ്റ്റോ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പൊതുവേ നമ്മൾ മലയാളികൾ കാണാറുള്ളത് ക്രിപ്റ്റോ എന്നുള്ളത് അതൊരു എന്തോ ഒരു സ്കാമാണ്. അത് പിന്നെ ഏതോ 2-3 സാധനങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് നമ്മൾ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോലും ക്രിപ്റ്റോ പോലുള്ള കറൻസികളാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അവരുടെ വിനിമയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പിന്നെ പേഴ്സണൽ സ്റ്റഡീസിലൊക്കെ ക്രിപ്റ്റോ പോലുള്ള സംഗതികളും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വീക്കെൻഡ് സെഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് ഓൺ എന്നുള്ള നിലക്ക് സ്റ്റാർട്ടിംഗ് നിലക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പക്ഷേ ക്രിപ്റ്റോ എന്നുള്ളത് നമ്മൾ കുറച്ചൊരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ BTC ഒക്കെ പിന്നെ ട്രംപ് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് 1 lakhൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ മാസം നല്ല ഒരു താഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സ്ഥാനത്തോ അത് 1 lakhൽ എത്തുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചെറിയ പ്രൈസ് ഉള്ള സമയത്തെ BTC ഒക്കെ കാണുന്നതാണ്. അപ്പോൾ BTC മാത്രമല്ല മറ്റു പല കോയിനുകളും എന്തുണ്ട്, ക്രിപ്റ്റോയിലുണ്ട്. ഇപ്പോൾ നമ്മൾ UAE-ലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ UAE-ൽ പിന്നെ ഒഫീഷ്യൽ നമുക്ക് പിന്നെ പേയ്മെന്റിനൊക്കെ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാ രീതിയിലും നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക. നമ്മളിപ്പോൾ ഫോറക്സ് എന്തിന് നമ്മൾ പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വേൾഡ് വൈഡ് ന്യൂസിലും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും യുണീക്ക് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ പോകണം. സാറ് സെഷനുകളിലൊക്കെ പറയാം, ഒരിക്കലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല. ഇവിടെ മുഴുവനായിട്ട് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ ഒരാൾക്കും കഴിയൂല. അത് ട്രേഡിലുള്ള ഒരാൾക്കും ട്രേഡിംഗ് ഫീൽഡിലുള്ള ഒരാൾക്കും ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും പറ്റൂല. ഇവിടെ വർഷങ്ങളോളായിട്ടുള്ള ആൾ പോലും എല്ലാ ദിവസവും എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എലൈറ്റ് മെന്റർ സിസ്റ്റം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ട്രേഡർക്കും ഒരാൾ സപ്പോർട്ടിന് വേണം. അതിപ്പോൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിൽ പോലും ആളെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ടാവും, ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടാവും. വിത്തൗട്ട് മെന്റർ നമുക്ക് ഇവിടെ സക്സസ് ആകാൻ ഭയങ്കര പിന്നെ പാടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ പിന്നെ അതെന്തിനാന്ന് വെച്ചാൽ ഒരിക്കലും ചിലപ്പോൾ നമ്മളെ മൈൻഡ് ഏത് സമയം എന്താവുക, നമ്മളൊരാൾ കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ ഒന്ന് വഴിതെറ്റി പോയേക്കാം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും, കാരണം ഡിജിറ്റൽ മാർക്കറ്റാണിത്, അപ്പോൾ ഇവിടെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എലൈറ്റ് മെന്റർ മുഖേന നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ ഇതുപോലുള്ള ഡിസ്കഷൻസിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ പുതിയ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഇതിൽ 39 പേരുണ്ട്. ഇപ്പോൾ 39 പേരിൽ ചിലപ്പം നിങ്ങളിൽ ഒരാൾക്ക് ഇൻഡിക്കേറ്റർ നിർമ്മിക്കാൻ കഴിയാതെ ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ ഇൻഡിക്കേറ്ററും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശാ സാർ സെഷനിൽ പറയുന്നുണ്ട്, അയാൾ വർഷങ്ങളോളായിട്ട് മാർക്കറ്റിൽ ഇരുന്ന് പഠിച്ച ഒരു സാധനത്തിന് ആള് കോഡ് ചെയ്തിട്ട് ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഭാവിയിൽ എന്ത് ചെയ്യാം, ഒരു 10 വർഷമൊക്കെ മാർക്കറ്റ് നന്നായി നമ്മൾ വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ ഒരു സാധനം കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അത് വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല. അത് മാർക്കറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നോളജാണ്. ആ നോളജിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് സംഭവം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഠനങ്ങൾ കാര്യങ്ങൾ എപ്പോഴും നടക്കണം. ഒരിക്കലും പിന്നെ മാർക്കറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന പിന്നെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നല്ല ക്യൂരിയോസിറ്റിയോട് കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. എനിവേ, പിന്നെ എനിക്ക് തോന്നുന്നു നോബി മാം ഇവിടെ ജോയിൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാം audible Thank ആണെങ്കിലേ? you. Okay, Okay, sir. നിവിത Okay, ma'am. thank you, sir. Sir, Okay. thank you so much for your good information. Next, I call upon highly energetic, spark action, inspires positive thinking, our special guest, 47th batch, Nobi T. Joy ma'am,
for empowering talk. Ma'am, are you audible? Nobi ma'am? Yes. Hello. Okay, ma'am. Audible. You can. Okay. Hello. Good evening. Hello. ഗുഡ് Yes, ഈവനിങ് ma'am. മാം. Good evening. Good evening. കേൾക്കാമോ? ഓക്കെ. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. ഞാനിപ്പോ നമ്മുടെ ഇതിലെ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവല് നമുക്കിപ്പോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് അല്ലേ? അപ്പൊ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് മെന്റലി നമ്മൾ അതിന് തയ്യാറാവണം. ഇപ്പം നമ്മുടെ മൈൻഡാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാം പ്രോബ്ലം ആണ്, എല്ലാം പ്രശ്നമാണെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, പ്രശ്നങ്ങൾ നമുക്ക് വരും, പ്രശ്നങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും അത് സോൾവ് ചെയ്യാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കരുത്. നമുക്ക് നമ്മുടേതായ ഒരു കാര്യമുണ്ട്, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വിജയത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങളില്ലാത്തവർ ആരും ഉണ്ടാവത്തില്ല, എല്ലാവർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പം അതൊന്നും ഒരു വിഷയമാക്കാതെ നമുക്ക് പറ്റുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു നല്ല ഒരു ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടി, നമ്മൾ ഈ ഒരു സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് നമുക്ക് പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. ഞാൻ ചെയ്യുന്നതിൽ ഞാൻ വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് വേണം. അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. പലരും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് വരിക. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ചെയ്യാതിരിക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവൻ നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് ആണ്. അപ്പൊ എന്താണെങ്കിലും പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസ് നമുക്കൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ അറിയാലോ. അപ്പൊ അതനുസരിച്ച് വേണം അവരത് ചെയ്യാൻ. ടെൻഷൻസ് ഉണ്ടാവും, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ആ സമയം നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ തന്നെ വല്ലാതെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ ചുണ്ടിനെ ജസ്റ്റ് ചിരിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ മൂഡൊന്ന് മാറും. ചിരി വരണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് ചുണ്ടിനെ ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വലിയ ഗൗരവത്തിലിരിക്കുമ്പോൾ ജസ്റ്റ് ചുണ്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയാൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നമ്മളൊരു കാര്യം എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ ഇത് സക്സസ് ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. എപ്പോഴും ഗൗരവം പിടിച്ച് ഇരിക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാണ്ട് മാം. അതുപോലെ പിന്നെ മാം ഇപ്പോ 47th നല്ല രീതിയിൽ ബാച്ച് ഗ്രൂപ്പിൽ നമ്മളെ നല്ല രീതിയിൽ ട്രേഡ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാമിന് ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് മാം എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ മാമിന്റെ ആ ഒരു ട്രേഡിംഗ് മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് പറയാൻ പറ്റുമോ? എനിക്ക് നമ്മുടെ 21 റൂൾസ് ഉണ്ടല്ലോ, അതിൽ 1-2 പോയിന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പോയിന്റ്സ് ആണ്. നമുക്ക് ഒന്നിനോടും ഓവറായിട്ട് നമുക്ക് വേണമെന്ന് തോന്നിയിട്ട് നമ്മൾ വലിയ വലിയ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് 2.2 അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകളെ ബൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തായാലും ലോസ് കിട്ടും. സാറ് പറഞ്ഞ കുറേ അതിൽ 1-2 പോയിന്റ്സ് പറഞ്ഞാൽ ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഒന്നിനോട് നമുക്ക് ആർത്തി പാടില്ല, മിതമായിരിക്കണം. മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ കിട്ടുള്ളൂ, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാൻ ശ്രമിക്കണം. നമ്മൾ അതേപോലെ നമ്മൾ ട്രേഡ് നോക്കുമ്പോൾ ആ ക്യാൻഡിലൊക്കെ നോക്കി കറക്റ്റ് ചെയ്തതിന് നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ഞാൻ കുറച്ചു നേരം ബൈ ചെയ്യുന്നതിന്റെ മുമ്പ് ആ ക്യാൻഡിൽ എങ്ങനെ പോകുന്നതെന്ന് ഞാൻ നന്നായി ഒരു 2-3 മിനിറ്റ് വാച്ച് ചെയ്യും. വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ബൈ ചെയ്യുള്ളൂ. ഇതിനൊരു ഫിക്സഡ് ടൈം ഞാൻ വെച്ചിട്ടേ ഇല്ല. എനിക്ക് ഉറപ്പാണ് ഇത് എനിക്ക് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉള്ള സമയത്ത് മാത്രമേ ഞാൻ അത് ബൈ ചെയ്യുള്ളൂ.
ബൈ ചെയ്ത് ആ 3 4 ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ. അത് ഇട്ട് അവിടെ നമ്മൾ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ലോസിലേക്ക് പോകും. അത് ബൈ ചെയ്ത് അപ്പൊ തന്നെ ഞാൻ സെല്ല് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. വേറെ ഓക്കെ എന്തെങ്കിലും ഓക്കെ താങ്ക് യു മാം. ആ ഒരു പിന്നെ മാമിന്റെ ആ ഒരു മെത്തേഡ് എപ്പോഴും മാം പറയാറുണ്ട് നമ്മളെ സെഷൻസിലൊക്കെ. ഇപ്പോൾ മാമിന്റെ മെത്തേഡ് ആയിരിക്കണം എന്നില്ല ബാക്കി എല്ലാവർക്കും ഞാനിപ്പോ ഞാൻ എല്ലാവർക്കും. പറയട്ടെ, അതെ അതെ നമ്മളിപ്പോ അതെ ബൈ ചെയ്യുന്നത് 40 നമ്മളിപ്പോ നമ്മുടെ 45 നമ്മൾ ബൈ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ ചെയ്തു വെക്കുന്നത് 45 46 ഇട്ടിട്ട് 47 ചിലപ്പോൾ ഇടത്തുള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് ഗ്രാഫ് കയറാം. വലിയ വലിയ ഫിഗേഴ്സ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കത് സക്സസ് ആവണമെന്ന് ഞാൻ എൻ്റെ എപ്പോഴും വാഷ് ഔട്ട് ആവാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ റീസെന്റ് സാറിന്റെ 21 റൂൾസ് കേട്ടതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വളരെ ചെറിയ എമൗണ്ട് ഇട്ടിട്ടാണ് ഞാനത് ചെയ്യാറ്. അതേപോലെ 0.02 ഞാൻ ബൈ ചെയ്യാറുള്ളൂ. ചെയ്യുന്നതും അത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതൊക്കെ വളരെ ചെറിയ ഇതിലെ വെക്കല്, വളരെ 1 2 കൂട്ടിയെടുത്തോളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അത് ചിലപ്പോ ഓരോരുത്തർക്ക് എന്താ പറയാ അതെ അതെ സമയത്തിന്റെ യെസ് അതെ അതെ പക്ഷെ ഇത് യെസ് ട്രൈ ഗ്രേറ്റ്. ചെയ്ത സൽമയ്ക്ക് അത് ഗുഡ് റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. സൽമ ഓക്കെ ഓക്കെ. സക്സസ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ടൈം കൃത്യമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? മാർക്കറ്റിൽ ഉണ്ടാവുക മാത്രമല്ല, നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഗ്രാഫ് പോകുമല്ലോ, ഒരു അതെ ചാർട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ആൻഡ്രോയിഡുകാർക്ക്, ഐഫോണിന് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അത് നോക്കി ഒരു 2-3 മിനിറ്റ് നമ്മൾ നിൽക്കണം. അതിന്റെ ഗ്രാഫ് എങ്ങനെയാ പോകുന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ബൈ ചെയ്യാവൂ. അത് ഓക്കെ ക്ലോസ് ചെയ്തിട്ടേ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിട്ട് വരാവൂ. അത് ബൈ ചെയ്ത് അത് അതെ അതെ. സെല്ല് ചെയ്തതിന് ശേഷമേ നമുക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ട്രേഡ് ഇറങ്ങുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ക്ലോസ് ചെയ്തിട്ട് വരും. ക്ലോസ് ചെയ്തിട്ട് അതെ, ഇങ്ങ് വരണം ഞാൻ എന്നുള്ളത്. ഓക്കെ പറഞ്ഞത് ഗ്രേറ്റ്. നമ്മൾ വളരെ ചെറിയ എമൗണ്ട് ഇടാവൂ. സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുമ്പോൾ വളരെ ചെറുത് വെച്ചിട്ട് നമുക്ക് പോരാവൂ. നമ്മൾ വലിയ വലിയത് ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ അത് ലോസിലേക്കേ പോവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എന്റെ അനുഭവം കേട്ടോ, ഇപ്പൊ ഞാൻ ഈ ഒരു 1 വീക്കായിട്ട് എനിക്ക് ലോസേ വന്നിട്ടില്ല. ലോസ് വരാത്ത ഒരെണ്ണം പോലും ലോസ് വന്നിട്ടില്ല. ലോസ് വരാത്തതിന്റെ റീസൺ ഇതാണ്. അത് ഞാൻ സൽമയ്ക്ക് ആ മെത്തേഡ് പറഞ്ഞെടുത്ത് സൽമയ്ക്കും ഒന്നും ലോസ് വന്നിട്ടില്ല എന്നാണ് സൽമ പറയുന്നത്. അപ്പൊ ആ മെത്തേഡ് നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ചിട്ട് ചെയ്യരുത്. നമുക്ക് തിരക്കാണ് എങ്കിൽ നമുക്കൊന്ന് തിരക്കുള്ള സമയത്ത് വെറുതെ നമ്മൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും നോക്കുന്ന വിധത്തിൽ നോക്കി അത് ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് അതിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും. നമ്മൾ അതിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ആ 2 മിനിറ്റ്സ് ഇരുന്നിട്ടുള്ളെങ്കിൽ അത് ഫോക്കസ് ചെയ്യണം. അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം അതിലിരിക്കാൻ. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പോവും, ലോസ് ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് വേണ്ടത് മെയിൻ ശ്രദ്ധ എപ്പോഴും വേണം. നമ്മൾ ഇടുന്ന ഫിഗർ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ മാമിന്റെ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നല്ലോ, അതുപോലെ മാമിന്റെ ഈ ഒരു പ്രസൻസിനും താങ്ക് യു സോ മച്ച്. എപ്പോഴും നമ്മൾ ചിരിച്ചിട്ട് നമ്മളൊന്ന് ഹാപ്പി ആയിട്ടിരുന്നാൽ നമുക്ക് എല്ലാം കിട്ടും. ഹാപ്പി അതെ ആയിട്ടിരുന്നാൽ അതെ മാത്രം മതി. ജസ്റ്റ് ഞാൻ അതെ പറഞ്ഞല്ലോ, നമ്മൾ ചിരി വന്നില്ലേലും ചിരിക്കണമെന്നില്ല. നമ്മൾ പ്രഷർ കൂടിയിരിക്കുന്ന സമയത്ത് ഈ ചുണ്ടുകളൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൈൽ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സന്തോഷം നമ്മുടെ മൈൻഡിൽ വരും. അത് യെസ് ഓട്ടോമാറ്റിക്കലി വരുന്ന. നിങ്ങൾ ഇപ്പൊ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഇത് വരും. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിയുടെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ നമുക്ക് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് വർക്കാണെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മളിപ്പോ മെയിൻ നമുക്ക് ക്യാഷ് ഉണ്ടാക്കുക, നമ്മുടെ ട്രേഡ് ബെറ്റർ ആക്കുക. ആരാണെങ്കിലും യെസ് നമുക്ക് ഇൻകം ആണ് നമുക്ക് വേണ്ടത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു കുറച്ച് സമയം നമ്മൾ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. മൈൻഡ് ഫ്രഷ് യെസ് ആയതിനു ശേഷം മാത്രമേ അവിടെ എടുത്ത് പിടിച്ചൊന്നും നമ്മൾ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസിലേക്ക് പോകും. അതേപോലെ നമ്മൾ അത് ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോരാവൂ. അല്ലാതെ അവിടുന്ന് പോരരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് നമുക്ക് കിട്ടിയിരിക്കും. 100% ഉറപ്പാണ് കിട്ടും. പിന്നെ എപ്പോഴും ഓക്കെ പ്രശ്നത്തിന്റെ പിന്നാലെ പോകരുത്. പ്രശ്നങ്ങൾ നമുക്കൊന്നും തരത്തില്ല. പ്രശ്നങ്ങൾ നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കി തരത്തുള്ളൂ. പ്രശ്നങ്ങളല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഓക്കെ. വരുന്ന വീക്ക് പിന്നെ ഇതുപോലെ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് നമുക്ക് ഇതുപോലെ ഹാപ്പിനെസ് പങ്കുവെക്കണം. മാമിന്റെ ഈ ഒരു വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ
താങ്ക് യു പറയാണ്. എനിവേ താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. എനിവേ നമ്മൾ ഇപ്പോൾ ഇതിൽ ചാറ്റിൽ കണ്ടു നാളെ എന്താണ് മാർക്കറ്റിൽ നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ റൂളിലും കൊടുത്തിട്ടുള്ളത് എവറി വീക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ക്ലോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എനിവേ നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് സെഷൻ നമുക്ക് 30 മിനിറ്റ്സ് ആണ്. വീക്കെൻഡ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ. നല്ലൊരു വരുന്ന വീക്ക് അടിപൊളിയായി ട്രേഡിലാണെങ്കിലും നമ്മളെ ലൈഫ് മുഴുവനായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റട്ടെ. നമുക്ക് ഈ വീക്കെൻഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.